നമസ്കാരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തെ തുടർന്ന് അപകട സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പള്ളിയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു. സമീപത്തുള്ള കുട്ടംകുളം സെന്റ് ജോൺസ് ദി ഇവാഞ്ചലിസ്റ്റ് പള്ളി പെരുന്നാളാണ് ഉപേക്ഷിച്ചത്. എല്ലാവരും അറിയുന്നവരാണ്, സ്നേഹിതരാണ്, പള്ളിയിലൊക്കെ വന്നു പോകുന്നവരാണെന്ന് വികാരി ഫാദർ സോബിൻ പായ്ക്കാട്ട് പറഞ്ഞു. ദുരന്തമുണ്ടായ ഇടത്തു നിന്നും 2 കിലോമീറ്റർ മാത്രം മാറിയാണ് കുട്ടംകുളം സെന്റ് ജോൺസ് ദി ഇവാഞ്ചലിസ്റ്റ് പള്ളി. പഴയ പള്ളിയിൽ നിന്നും മാറി സമീപത്ത് തന്നെ പണിത പുതിയ പള്ളിയെ വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പുതിയ പള്ളിയുടെ ആദ്യ പെരുന്നാളാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിരുന്നു പള്ളി പെരുന്നാൾ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം അപകടമുണ്ടായതോടെ ആഘോഷം ഉപേക്ഷിക്കുകയായിരുന്നു. വൈകിട്ട് നടക്കേണ്ട പ്രദക്ഷിണം, വെടിക്കെട്ട്, ബുധനാഴ്ച നടക്കേണ്ട ഗാനമേള, കലാപരിപാടികൾ തുടങ്ങിയവയെല്ലാം ഉപേക്ഷിച്ചു. പള്ളിയോട് ചേർന്ന പുതിയ കെട്ടിടത്തിന്റെ ചില്ലുകൾ സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. അതിനിടെ തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് ഉപേക്ഷിക്കരുതെന്ന് പാറമേക്കാവ് ദേവസ്വവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് വേണ്ടെന്ന് വയ്ക്കാമെന്നും മറ്റ് 2 വെടിക്കെട്ടും വേണമെന്നും ദേവസ്വം സെക്രട്ടറി പി രാജേഷ് പറഞ്ഞു. പാറമേക്കാവിന്റെ വെടിക്കെട്ട് കരാറുകാരനെതിരെ കേസെടുത്തത് റദ്ദാക്കണമെന്നും പൂരം ആചാരപ്രകാരം എല്ലാ ആഘോഷത്തോടെയും നടത്തണമെന്നാണ് ദേശക്കാരുടെ ആഗ്രഹമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പൂരം ഒഴിവാക്കണമെന്നവരെ സമ്മർദ്ദമുയരുന്നുവെന്നും ഇത് പൂരം തകർക്കലിന്റെ ഭാഗമാണോ എന്ന ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഒരു കാരണവുമില്ലാതെയാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് കരാറുകാരനെതിരെ കേസെടുത്തത്. അതിന്റെ പിന്നിൽ വേട്ടയാടലുണ്ടോ എന്ന് സംശയമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പൂരം തകർക്കലിന്റെ ഭാഗമാണോ? ചില ഭാഗങ്ങളിൽ നിന്നും പൂരം നടത്തരുതെന്ന് സമ്മർദ്ദമേറി തുടങ്ങി. ആ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാകാം ഇന്നലത്തെ യോഗത്തിൽ വെടിക്കെട്ടടക്കം നടത്തണമെന്ന ആവശ്യമുയർന്നത്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, പക്ഷേ ബാക്കിയെല്ലാം ആർഭാടമായി നടത്തണമെന്ന അഭിപ്രായമാണ് ഉയർന്നത്. ഇതിൽ ചില മാറ്റങ്ങൾ വരുത്താം, അതല്ലാതെ ഒന്നും പാടില്ലെന്ന തീരുമാനത്തോട് ദേശക്കാർക്ക് യോജിപ്പില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. വെടിക്കെട്ട് കരാറുകാരനെതിരെ കേസെടുത്തത് പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂരിലെ പൂരം ആസ്വാദകർക്കെല്ലാം നടത്തണമെന്നാണ് വികാരം. ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നെന്നും ജി രാജേഷ് വ്യക്തമാക്കി. അതേസമയം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് ഇന്നത്തെ പരിശോധന പുരോഗമിക്കുകയാണ്. പ്രത്യേക പരിശീലനം നേടിയ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചാണ് പരിശോധന. സംഘത്തിൽ അഗ്നിരക്ഷാ സംഘവും എക്സ്പ്ലോസീവ് വിഭാഗവുമുണ്ട്. നടത്തിപ്പിൽ സർക്കാരിന്റെ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വിളിച്ച ദേവസ്വങ്ങളുടെ യോഗം കളക്ടറേറ്റിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കണമെന്നൊരു ആവശ്യം അത് ഉയരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനിയും വെടിക്കെട്ട് നടത്തേണ്ടതുണ്ടോ? ഇത്രയുമധികം ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷവും പൂരം ആഘോഷമാക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. തൊട്ടടുത്തുള്ള പള്ളിയിലെ പെരുന്നാളടക്കം വെട്ടിച്ചുരുക്കിയ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ഒരു വലിയ ദുരന്തമാണ് കടന്നുപോയത്. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ആഘോഷിക്കാൻ സാധിക്കുക എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്നാലും മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തവണ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി ആചാരപരമായി നടത്താനാണ് തീരുമാനങ്ങളുള്ളത്. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവ്, കുടമാറ്റം, രാത്രിപൂരം, പകൽപൂരം എന്നിവ പതിപോലെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും.